എങ്ങോട്ടാണ് നാസർക്ക? ശ്രീ കൊമ്പൻകാട് കോഴ ഇവിടെ തന്നെ ഇതാക്കുന്ന നമുക്ക് മുന്നിൽ അവൈലബിൾ ആണ്. പിന്നെ അതല്ല നമ്മള് ഫ്രിഡ്ജും ഇതൊക്കെ ഞാൻ തലേന്ന് തന്നെ എത്തിച്ചുകൊണ്ട് കുറെ ക്രേസി വോൾ വഹാബ് ഫിദ സഫ്വാൻ ഹൗ ആർ യു? ഞങ്ങളെ കല്യാണം വരുന്നു. അപ്പൊ ആ ഒരു ടൈമില് എല്ലാരും വിളിക്കാന്നുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. വലിയ പരിപാടിയാ? വലിയ പരിപാടി. അല്ല ഇന്ത്യ ഒപ്പം ആയിട്ടില്ല. ഓരോതൊക്കെ ഒരു കാര്യം. എത്ര മാസമായി? 8 മാസമായിട്ട് നിറ ഗർഭിണിയായി നിൽക്കുകയാണ്. ഏത് നിമിഷവും നമ്മളൊരു പുതിയ മെമ്പർ കൂടെ നമ്മുടെ നൗഫലിന്റെ വീട്ടിലേക്ക് ഫൗണ്ടേഷനാണ്. ഒന്നും വിചാരിക്കരുത്. കുഞ്ഞോളുടെ മാതിരി നാച്ചുറൽ അല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കൊമ്പങ്കാട് കോഴയുടെ വീടിന്റെ ആദ്യ ഹോം ടൂർ ആണ് നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. അതല്ലേ ആ പെണ്ണിനെ 8 മാസം ഗർഭിണിയാക്കിയാണ്ട് ചെങ്ങായി ഇതീ കൂടെ കണ്ണ് കണ്ട പെണ്ണുങ്ങളപ്പം ഡാൻസ് കളിച്ച് നടക്കുക. അതായത് കയ്യും കാലും ഒടിഞ്ഞിട്ട് നടക്കാൻ വയ്യാതെ അങ്ങോട്ട് ഇറങ്ങി ചോറ് നായാതെ പട്ടിണി നടന്ന നാസർക്ക് നമ്മുടെ വേദിയിൽ. ഹലോ ഗായ്സ്, അങ്ങനെ കുഞ്ഞോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഹൗസ് വാമിങ്ങിന്. അങ്ങനെ ഗൈസ് ഞങ്ങളൊരു സെലിബ്രിറ്റിയുടെ ഹൗസ് വാമിങ്ങിന് പോവാണ്. അപ്പോൾ കുഞ്ഞോളുണ്ട്, ടിഷ ബേബി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇബ്രാഹിം ഉണ്ട്. ആരെ കൂടിയിരിക്കലാണ് നമ്മളിന്ന് പോണത്? കൊമ്പങ്കാട് കോഴ. കുഞ്ഞാപ്പൂന്റെ അല്ല, കൊമ്പങ്കാട് കോഴ. കുട്ടികളുടെ ഫേവറേറ്റ് സിനിമാ നടൻ കണ്ണിലുണ്ണിയും. കുഞ്ഞോളെ കോമഡി. കുട്ടികളുടെ കണ്ണിലുണ്ണിയാണ് പോലെ. അതായത് ഇവിടെ ഇന്റെ വ്ലോഗും കൂടി കാണൂല. ഇവലിത് TV ഫുൾ ടൈം ഇത് കുഞ്ഞാപ്പൂ കോയ ഇറങ്ങാണ്ട് അതാണ് ഇട്ടേക്കും. എന്നിട്ട് ഞാൻ എന്നും ഇവലേക്ക് കച്ചറയാണ്. അപ്പൊ ഇബ്രുവിനെ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടോ? 100-ൽ 100. 2 കൊല്ലം. പക്ഷെ ഒരു കൊല്ലം തോറ്റിട്ടല്ലോ ഇപ്പൊ ഇതൊക്കെ എഴുതാൻ പഠിച്ച്. അതുകൊണ്ട് ഈ കാര്യം തോറ്റല്ലേ? അബ്രു ആരെല്ലാത്തിനാണ് പോണ്? കുടിയിരിക്കലിന്. കുഞ്ഞാപ്പൂന്റെ അല്ല, കോയന്റെ, കൊമ്പങ്കാട് കോയന്റെ. ജിബ്രാൻ എന്നോട് ഷൂടാനല്ലേ പറഞ്ഞത്? ആണോ? അതിനാണോ പറഞ്ഞ എന്നോട്? വേണ്ട പോയിട്ട് പറഞ്ഞാണ് കേക്കൂല തന്നെ. എത്ര പറഞ്ഞാലും ഇനിയിപ്പോ മണ്ടിച്ചെന്ന് ഷൂടിനെ കണ്ടോളിട്ടോ. അതിന് ഞങ്ങളുടെ അടുത്തൊരു ടെക്നിക്ക് ഉണ്ട്. എന്താ വെച്ചാല് അത് മതി. പോയി ഷൂടണ. ടിഷ എന്താ കാര്യമായിട്ട് ഒച്ച ഉണ്ടാക്കണത്? ടിഷന്റെ ഔട്ട്ഫിറ്റ് നോക്കൂ ഗൈസ്. ഈ ഔട്ട്ഫിറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ഷൂ ഇടേണ്ട ആവശ്യമില്ല അല്ലേ? സോക്സ് ഒക്കെ ഇട്ടുകൊണ്ട് ഷെഡ് ഇടേണ്ട ആവശ്യമില്ല. കാരണം പാമ്പേഴ്സ് ഇട്ടിട്ട് ഇതിന് മേലെ കൂടെ ഇട്ടെടുത്താൽ മതി. ഇത് ഞാൻ അന്ന് അടുത്തതിൽ പെട്ടത് മോൻറ്റിയോ? അത് മോൻറ്റി വ്ളോഗർ ഗിഫ്റ്റ് ആട്ടെ ഗൈസ്. ഈ ഡ്രസ് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് മോൻറ്റി വ്ളോഗറോട്? അങ്ങനെ കുട്ടിക്ക് കൊടുത്തിന് മോൻറ്റി വ്ളോഗറോട് എനിക്ക് എന്താ പറയാനുള്ളത്? റിച്ചൂസ് കിച്ചൺ ആൻഡ് മോൻറ്റി വ്ളോഗർ കൂറ്റക്കാക്കു എന്താ പറയാ? സന്തോഷം. അല്ലട ഇബ്രാഹിമാന്റെ മുടി ഒന്ന് ലെവലാക്കണ്ടേ? വാ വേ ഷൂ ഇട്ടോ. ആ കാലല്ലത് മടല്. ഈ കാല് തല തിരിച്ചാണ്ടാണല്ലോ ചുട്ടു നീച്ചാ. ഈ കാലില് വാ ഇബ്രാഹിമേ വാ, മുടി ശരിയായി. അപ്പൊ ഗൈസ് നമ്മളെ ചെറുക്കന്റെ മുടി കണ്ടില്ല നിങ്ങള്? അലങ്കോലമായി കിടക്കുന്നത്. അങ്ങനെ ഗൈസ് ഞങ്ങൾ കുടിയിരിക്കലിന് പോവാട്ടോ. കുഞ്ഞോൾ അതിലടച്ചില്ലേ?
കുറ്റിട്ടോ CC ക്യാമറൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ലേ? ഞങ്ങളവിടെ CC ക്യാമറ ഒക്കെ ഉണ്ട് ഗൈസ്. അവിടെ കള്ളന്മാരെന്നാലേ CC ക്യാമറൻ്റെ ആവശ്യമില്ല കേട്ടോ. അത് ഇവിടെ നമ്മളെ ചെക്കന്മാരെ തുറന്നു വിടും. ഇബ്രാഹിമിനാണ് വിടുക ആദ്യം. ഇബ്രാഹിം കരാട്ട, പിന്നെ ഔതക്കുഞ്ഞ് നെഞ്ഞത്ത് ചവിട്ടല്, പിന്നെ ജിബ്രാനെ കടിച്ച് മുറിച്ചല്. എന്നോട് വണ്ടി കയറാൻ പറഞ്ഞില്ലേ ഞാൻ? എൻ്റെ കരാട്ടൊക്കെ അവിടുന്ന് എടുത്താൽ മതി കേട്ടോ. സീറ്റിൽ ചവിട്ടല്ലേ? ആരാണ് സീറ്റിൽ ചവിട്ടി ഇപ്പം തന്നെ ചളിയാക്കിയേ? ഉള്ളിലാണെങ്കിലോ എന്നാ വേഗം ഷൂട്ട സോനോ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെ പോണ നേരത്തെ ഇതാക്കുന്ന കുട്ടികൾക്ക് ഷൂ എടുക്കാൻ കയറിയത്. ഇവന്റെ ഷൂ പൊട്ടീനി ഇവന്റെ, അതിന് കയറിയതാ. പിന്നാലെ വണ്ടി വന്ന് നോക്കുകയാണെങ്കിൽ രണ്ടാളും ഓൽക്കൊക്കെ ഷൂ വേണം. ഇതാണ് ഈ കുറേ കുട്ടികളുണ്ടായാലും പ്രശ്നം. അതിനെന്താ ഈ ഷൂവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോക്കാൻ ഇത്ര നല്ലൊരു ഷൂ ഉണ്ടായിട്ട് അവനക്ക് കഴിഞ്ഞപ്പോൾ കഴുകൂല. അവർക്ക് ചളിയായാൽ വേറെ ഷൂ ആണ്. ഇത് അതൊരു മൈക്കച്ചേടാ ആ വണ്ടിയിലേക്കല്ലേ. അത് ഓല് പൊട്ടിച്ചും ഇജ്ജ് ഇട്ടാൽ മതി കാൽമേ. അവിടെ വെക്കളായി ഒരു വണ്ടി കയറിക്കാണി. അവിടെ അതിൻ്റെ ഒക്കെ ടാഗ് നോക്കിക്കട്ടോ. ഞാൻ ഇന്നലെ വണ്ടി കയറ്റി എനിക്കുണ്ടോ സൈസൊക്കെ വലുത് കറക്റ്റ് അല്ലടാ. ഓവർ ടൈറ്റ് ഒന്നും ഇല്ലല്ലോ, വേദന ഒന്നും ഇല്ലല്ലോ കാൽമിട്ടിട്ട്. എന്നാ പോയി കയറിക്കാണി, വണ്ടി കയറിക്കാണി. ആ പഴയ ഷൂ വണ്ടിക്ക് കീസിൽ കൊണ്ടുവരും. ഇത് ഈ പഴയ ഷൂ ഒക്കെ ഒരു കവറിലിട്ട് ഒന്നിതവിടെ ഇതുണ്ട് കേട്ടോ. ഇത് രണ്ടെണ്ണം ആക്കണ എൻ്റെ കയ്യിൻ്റെ പുറത്ത്. ഇപ്പൊ പാർക്കിങ് കിട്ടാതെ ഇവിടെ ആക്കണേ ഷനാത്തച്ചു സ്വന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ. ജി ഒരു കാര്യം ചെയ്യേ, റോഡിന്റെ നടുക്ക് നിർത്തിക്കോ. എന്നിട്ട് വേഗം ചോർന്നാണ്ട് വേഗം പാഞ്ഞു പോയി ആ വീലിലോട്ടൊന്ന് മാറുന്ന ഇതിലേ പോയോക്കെ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൽ നിർത്തിക്കളാ. എന്നാ ഞങ്ങളെ വണ്ടിന്റെ കുറച്ചുകൂടി മോൾക്കട് പോയിട്ട് അവിടെ ഒരു റോഡിന്റെ സൈഡിൽ അതിൽ ഞാൻ അധികം വണ്ടികൾ പോലും ഒരു വണ്ടിക്ക് പോലെ ഗ്യാപ്പ് ഇട്ട് നിർത്തിക്കളാ. ബേസ് നേരെ പോട്ടെ കഴിയില്ല. പേടിയാണ് ഗായ്സ്, ഒക്കെ പേടിയാണ് ഗായ്സ്. ഓള് മനസ്സിലായി എനിക്ക്. ഷനാത്ത ചൂസ് എന്താണ് പ്രകൃതി ഹെയർ ഓയിലിൻ്റെ ഒക്കെ ഓളെ അടുത്തേക്ക് അധികം അങ്ങോട്ട് പോകണ്ട. കയ്യുമ്പോൾ പിടിച്ചാണ് ഓള്. ഓള് ആകെ തലമിഞ്ഞ് പൈച്ച് തലമിഞ്ഞ് നടക്കുകയാണ്. എന്താ സുഖല്ലേ? ഇതിൽ കൂടെ അല്ലേ വീട്ടിൽ പോണേ? അപ്പൊ ഗൈസ് പാർക്കിങ്ങിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. കാരണം വണ്ടികൾ വരുമ്പോൾ പല ആൾക്കാർക്കും പാർക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം വീടുകളിലൊക്കെയാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പൊ വലിയ വണ്ടികളൊക്കെ വരുന്നവരൊക്കെ ബൈക്കിന് തന്നെ വരാൻ നോക്കുക. സോനോ ഫ്രെയിം കട്ടച്ച് നോക്കണ്ടേ? എൻ്റെ ലുക്കല്ലേ നോക്കണ്ടേ? ഇത് മുന്നിൽ കിടക്കും. ബ്രാനെ ഒന്നായിട്ട് ഉരുണ്ട് മരണം പോകണ്ട കേട്ടോ. ലൈക്കും കമന്റ് അടിക്കലുണ്ടോ? അങ്ങനെ ഗായ്സ് നമ്മൾ അങ്ങനെ നമ്മുടെ ചുരുങ്ക് അണ്ണാക്ക് പോയി കൊമ്പൻകാട് കോയയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ശ്രീ കൊമ്പൻകാട് കോയ ഇവിടെ തന്നെ ഇതാക്കുന്ന നമുക്ക് മുന്നിൽ അവൈലബിൾ ആണ്.
പിന്നെ അതല്ല നമ്മള് ഫ്രിഡ്ജും ഇതൊക്കെ ഞാൻ തലേന്ന് തന്നെ എത്തിച്ചുകൊണ്ട് കുറെ ആൾക്കാർ നമ്മള് കയ്യും വീശി വരുമ്പോഴേ കുറെ ആൾക്കാർ വിചാരിക്കും ഇവരെന്താ ഈ ഹൗസ് വാമിങ്ങിന് ഇങ്ങനെ പോണെന്നുള്ളത്. അപ്പൊ നമ്മള് വലിയ സാധനം ആയതുകൊണ്ടല്ലേ തലേ ദിവസം ഞാൻ ഫ്രിഡ്ജ് അതേപോലെ നൗഫൽ എന്താ പറയുക വാഷിംഗ് മെഷീനോ സുഖല്ലേ. പാർക്കിങ്ങിന്റെ ഒരു ചെറിയൊരു ഇതുണ്ടല്ലേ അവിടെ വണ്ടി. ക്രേസി ബോൾ വഹാബ് ഫിദ സഫ്വാൻ ഹൗ ആർ യു? സുഖല്ലേ? അതെ ഞാൻ ഇന്ന പുകയത്തിന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ട്രിം ചെയ്ത് അല്ല ആരത് അങ്ങനെ ഗൈസ് നമ്മുടെ പോവാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മുടെ കുഞ്ഞാപ്പ് കോട്ടൊക്കെ ഇട്ട് മുന്നിൽ തന്നെ എത്തിയിട്ടുണ്ട്. കുഞ്ഞാപ്പ് ഈ ഒരു അവസരത്തിൽ എന്താണ് താങ്കൾക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരെ കുഴപ്പമൊന്നുമില്ല, സന്തോഷമുണ്ട്. എന്താണ് അന്റെ കുടിക്കലെന്ന് കഴിഞ്ഞാൽ അടുത്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ആഴ്ച അയക്കണം. അപ്പൊ സ്വകാര്യമായിട്ട് നമ്മളൊന്നും അറിയിക്കാതെ സ്വകാര്യമായിട്ട് കുടുംബക്കാരെയും കൂട്ടുകാരെയും മാത്രം വിളിച്ച് നിങ്ങൾ കമന്റിൽ 4 തെറി പറയാം. ഓക്കെ ഇന്നേ കമന്റിൽ തെറി വന്നില്ല കേട്ടോ. തെറി അറിയാറുണ്ടോ അങ്ങോട്ട് മാറിക്ക അവിടൊക്കെ. അതെ ഞങ്ങളെ കല്യാണം വരും. അപ്പൊ ആ ഒരു ടൈമില് എല്ലാരും വിളിക്കാന്നുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. വലിയ പരിപാടിയാ. അല്ല ഇന്ത്യ ഇപ്പൊ അയക്കില്ല. ഓരോതൊക്കെ ഒരു കര കയറി കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലേ? അപ്പൊ കൊമ്പങ്ങാട് തറവാട്ടിൽ ഇന്ന് പരിപാടി നടക്കുകയാണ്. അതില് പങ്കെടുക്കാൻ പറ്റിയില്ല ഇളയ മോന്. കൊമ്പങ്ങാട് തറവാട്ടിലെ ഇളയ മോനായി എനിക്ക് പങ്കെടുക്കാൻ പറ്റിയാലും മൂത്ത മോൾട്ടിക്ക് പങ്കെടുക്കാൻ പറ്റിയതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളിതാ ഇവരൊക്കെ കാണാൻ സാധിച്ചാലും നേരിട്ട് സംസാരിക്കാൻ സാധിച്ചാലൊക്കെ വലിയ കാര്യം. അപ്പൊ ഇപ്പൊ വിളിച്ചോണ്ട് ഞാൻ പോയി. അപ്പൊ വേദിയിൽ നമ്മുടെ മുനീർ മലപ്പുറം എത്തിയിട്ടുണ്ട്. മുനീർ, എന്താണ് താങ്കൾക്ക് ഈ ഒരു അവസരത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്? ലാലിന്റെ കുടിയിരിക്കലിന് വന്നതിൽ അതിയായ സന്തോഷം. അല്ല കയ്യും വീശാണ്ടാണോ പോന്നിക്കണേ? അല്ല, ഫുട്ബോൾ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം പറയാം, എന്താ ലൈവില് കിടന്ന് പറഞ്ഞത് അറിയണ്ട ചോദിച്ചാ തുടങ്ങിയിട്ടുള്ളല്ലോ പോലെ സ്റ്റാർട്ട് ചെയ്യണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ബാവസ്ഥാദ് അവിടെ നല്ലൊരു എന്താ ഇത് നമ്മളെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു സംഭവം അവിടെ ഉണ്ട്. കാരണം വണ്ടികൾ പാർക്കിംഗ് കിട്ടാതെ അന്തം വിട്ട് നടക്കുന്ന ഡ്രൈവർമാർക്ക് ഒരു അഭയം കൊടുക്കുന്നത് നമ്മളെ ബാവസ്ഥാദാണ്. അത് നമ്മൾ കണ്ടത് വളരെയധികം സന്തോഷം കേട്ടോ. എടാ ഇനി മറ്റേ ഇതൊന്നും കുഞ്ഞാൻ പാണ്ടിക്കാട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി തെറി പറയാലോ കുഞ്ഞാനെ പറഞ്ഞോളി, നമ്മളെന്താണ് ഒഴിവായിക്കളി. ഓൾറെഡി അല്ല കുഞ്ഞാനെ ഇടയ്ക്ക് നമ്മള് വീഡിയോയിൽ കാണിച്ചാൽ എന്താ അറിയോ, എല്ലാരും കുഞ്ഞാന്റെ നെഞ്ഞത്തേക്ക് കയറിക്കോളും, നമ്മളെന്താ ഒഴിവായിക്കോളും. കേട്ടില്ലേ ആരപ്പാണെന്നില്ലേ? എവിടെയാണ് ഇഷ്യൂ? എവിടെയാണ് ആരത്? ജസ്സിനെ കൊണ്ടുവരാഞ്ഞേ? ജസ്സി ഇന്നലെ മുതൽ സുഖമില്ലാതെ കിടക്കുന്നു. ഹോസ്പിറ്റലിലായിരുന്നു, ക്രാഫ്റ്റ് ഹോസ്പിറ്റലില്. തെളിവ് സഹിതം ഞാൻ പറയാം, രാത്രി 2 മണിക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയത്. എന്നിട്ട് ഞാൻ അവളെ വിളിച്ചിട്ട് ഓർമ്മിച്ചോണ്ട് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ട് ഗൈസ്. ഒരു പെണ്ണുങ്ങളെ പേടിയ ഗൈസ്. മഞ്ഞ നമ്മള് ചോറുന്നാൻ പോവല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? തടുപ്പ് എന്തായാലും കച്ചവടം കുശാണ്. രക്ഷപ്പെട്ട് കണ്ടാ വഹാബിജ് പോയിട്ടില്ലല്ലോ ചോറുന്ന് കഴിക്കട്ടോ. എടി എവിടെ അബ്രു ബ്രോ എന്നാ അതൊക്കെ കുടിച്ചോളി. എനിക്കേതാ ഏതാണ് ഇതിൽ പറയ്. എന്നാ അതിലുണ്ട് എല്ലാ കളർ. എന്നാ എനിക്കേതാ ഓറഞ്ചാ? ഏതാണ്? ഇതോ കുടിച്ചോട്ടോ. എല്ലാ കളർ ജ്യൂസും ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടുത്തെ കാറ്ററിംഗ് നമ്മളെ അൻവാർ ഖാന്റെ റോയൽ കാറ്ററിംഗ് ആണ് ചെയ്യുന്നത്. എവിടെ അൻവാർ ഖാൻ? എവിടെടാ താടി? എവിടെ? ഞങ്ങളേ എല്ലാ ജ്യൂസും ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നല്ലതാണ് പറയും, മോശമാണ് അറിയാം. കാരണം എന്താ എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ട് ചാടിച്ചല്ലേ പൊട്ടിക്കല്ലേ. സോനിയോ ജ്യൂസ് വേണ്ട എനിക്ക്? എനിക്കേതാ? ഷാജാൻ വരുന്നുണ്ട്, പോത്ത് ടീം മൊത്തം വരുന്നുണ്ട്.
അല്ല എന്നാലും കുറഞ്ഞുണ്ട്. അല്ല ഇന്ന് എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ ഫുഡുകൾ എന്തൊക്കെയാണുള്ളത്? ബിരിയാണി സുർബിയാൻ ബീഫോ ചിക്കനോ? സുർബിയാൻ ചിക്കനാ, ബിരിയാണി കുട്ടൻ ബിരിയാണി അല്ലേ? എവിടെയാണ് പന്തല്? അവിടെ രണ്ടാക്കിലി ചോറുണ്ടാവോ? പിന്നെന്താ, 200 200 ആൾക്കുള്ളുണ്ട്, ഒരു ടെൻഷനും വേണ്ട. സെറ്റല്ലേ? ഇതിൽ കൂടെ അല്ലേ ഭക്ഷണം കഴിക്കാൻ പോണേ? ഇതിൽ കൂടെ അല്ലടാ ഫുഡ് കഴിക്കാൻ? ബാ നിങ്ങളൊക്കെ കഴിച്ചോ? ഞങ്ങൾ കഴിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പോത്ത് ടീം ഇതാക്കണ നമ്മുടെ PSG ഗ്യാങ് മൊത്തം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നേരെ ഫുഡ് കാട്ടെ. ചെമ്പ് പുതിയ മാനേജറാണ്. തൊപ്പിനെ കാണാൻ നടന്നു പോയ ഫൈസൽ ചുങ്കത്തറ നടന്നിട്ടില്ല, ബസ്സിന് പോയാണ് കേട്ടോ. അതല്ല ഫൈസല, എന്താണ് ഈ ഒരു അവസരത്തില് എനക്ക് പറയാനുള്ളത്? വളരെ വളരെ സന്തോഷം അല്ലേ? അപ്പൊ നമ്മള് നേരെ ഫുഡിങ്ങൊക്കെയാണ് പാഞ്ഞു വന്നിരിക്കുന്നത്. അതെ, ഞങ്ങൾ എന്നെ കണ്ടപ്പോൾ വന്നു. ചില ഞങ്ങളെ മുതികറി ഞങ്ങളെ ഒഴിവാക്കി ഇഞ്ഞ പേര് തട്ടിയതാട്ടെ ഗൈസ്. നൈസില് ഇഞ്ഞ പേർക്ക് കാരണം തെറിക്കമന്റ് കൂടുന്നു. അൻഷിഫ് മുനിക്കല് ലൈവിലുണ്ടായാലും തെറിക്കമന്റ് കൂടുന്നു എന്നുള്ളൊരു വാക്ക് കേട്ടപ്പോ പിന്നെ നൈസിൽ എന്ത് ചെയ്തു? ഒഴിവാക്കി. ഇതെന്താ ഷഹാനിന്ന് കൊണ്ടുവരാഞ്ഞ്? ഞങ്ങള് ഇപ്പൊ ഓളടെ ഷോറൂമിൽ ഒറ്റക്കുള്ളൂ. അപ്പൊ പിന്നെ ഇവരൊക്കെ പോരുന്നുണ്ട് പറഞ്ഞപ്പോ പിന്നെ ഒഴിവാക്കി. അതായത് എന്റെ പെണ്ണുങ്ങൾക്ക് വരെ ഇപ്പൊ പൈസലിനൊക്കെയാണ് കൊണ്ടടക്കണത്. സാരിയൊക്കെ ചുറ്റിച്ച് അതുപോലെ തന്നെ നമ്മുടെ മൂക്കുത്തി ലൈനിലുണ്ട് കേട്ടോ. മൂക്കുത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, തന്തക്കും തളക്കും നല്ലോണം വിളിച്ചോണ്ട് ഇതിൽ ബാഡ് കമന്റ് ഇടാതെ നിർത്തി നന്നായി. നല്ല വഴിയിലാണ് നമ്മളെ. പിന്നെ ആദം, എന്താണ് ആദമല്ലേ? PSG ആദം കേട്ടോ, തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ആസിഫിന്റെ നാട്ടുകാരനാണല്ലേ? അപ്പൊ നമ്മുടെ PSG ഗ്യാങ്ങിൽ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ള ന്യൂ മെമ്പർ ആണ്. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിലേക്ക് പോവുകയാണ്. അവിടെ അൻവാർ ഫ്രീ ആയിട്ട് അല്ലേ? കാരണം നമ്മളെ ടീമിന്റെ ആൾക്കാരനെ ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ആണ്. നൗഫലിനുള്ള പ്രത്യേകത എന്താ വെച്ചാല് ഓൻ ആദ്യം ചെമ്പുക്കട് ചാടും, എന്നിട്ട് അതില് കൂത്തക്കം മറിഞ്ഞ് ചാടി നൗഫലുണ്ട്, ഫിൻഷാ ഷെയർ ഉണ്ട്, ഫാറൂഖ് ഖാൻ, മുനീർ ഉണ്ട്. മുനീർ അവിടെ എത്തിയിട്ടുള്ളൂ. അതായത് ഇവരെ പ്രത്യേകത, ഇവരെ കാണുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മള് കിച്ചണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ കാറ്ററിംഗിന്റെ ജ്യൂസ് അല്ല ഷെയർ. അവിടെ ഒരു ഹൗസ് ഫാമിങ്ങിന് വന്നാൽ ആ വീട്ടിലൊക്കെ പോയി ഹൗസ് ഫാമിങ്ങിന് വന്നാല് ആ ഞാൻ അവിടെ കഴിഞ്ഞ് ഇത് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് 4 മണിക്കപ്പോ എത്രയായി? നടക്കൂല. ഞങ്ങളെ ഇവനെന്ന് പറഞ്ഞപ്പോ വിചാരിച്ച പോലല്ല, വേറെ ഞാൻ കൊറേ നേരം വിട്ടുപോയി. ഒന്നാണ് മാറി കൊടുക്കണം. മാറ്റി നിങ്ങളെ പർദ്ദട്ട് വന്ന് ഇവിടെ ബ്ലോക്ക് ആക്കുക, വഴി ബ്ലോക്ക് ആക്കുക. അതുപോലെ ഫാറൂഖ് എന്താ വർത്താനോ? എടാ ഫാറൂഖൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതായത് ഫാറൂഖ് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഫാറൂഖാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത്. കാരണം ലാല എന്ന് പറഞ്ഞ ഫാറൂഖിന്റെ പഴയ ഒരു ശിഷ്യനായതുകൊണ്ട് എന്താ ഫ്രിഡ്ജ് ഒക്കെ തലേന്ന് തന്നെ എത്തിച്ചിരിക്കണ് അല്ലേ? ഇന്നല്ലല്ലേ, നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചേക്കല്ലേ? ഇവിടെ കുറവുള്ള സാധനമാണ് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കണത്. നൗഫല് പിന്നെ എല്ലാവർക്കും ബെഡാ കൊടുക്കുക. കാരണം അവൻ വെറും ഒരു ഉറക്കിന്റെ കടത്തത്തിന്റെ ഒക്കെ ഒരാളാണ്. തലയില് ഞങ്ങളെ പ്ലാൻ എന്താ വെച്ചാല് തൊപ്പി കാപ്പി അടിച്ച് ഞങ്ങൾ ഷോപ്പ് ഞങ്ങള് മഞ്ഞടിച്ചു. എനിക്കെന്താ പറയാ, അല്ലെങ്കിൽ കഴിച്ചോ? ഫുഡ് കഴിച്ചോ? അപ്പൊ ഞങ്ങളൊക്കെ വീഡിയോ എടുത്ത് വന്നിട്ട് കാര്യമില്ല. പക്ഷെ ഇന്നോട് എന്താ പറഞ്ഞ, ഇജ്ജ് വന്നിട്ട് ഇരിക്കണുള്ളൂ എന്നാ പറഞ്ഞേ. ഇരുന്നടാ. ആര്? പിന്നെ കുട്ടികളെ എന്താണ് ഈ ബിരിയാണിയെ കുറിച്ച് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? സൂപ്പർ അല്ലേ? എത്ര മാസമായി? 8 മാസമായിട്ട് നിറ ഗർഭിണിയായി നിൽക്കുകയാണ്. ഏത് നിമിഷവും നമ്മളൊരു പുതിയ മെമ്പർ കൂടെ നമ്മുടെ നൗഫലിന്റെ വീട്ടിലേക്ക് പോത്ത് ഗ്രൂപ്പിലേക്ക് ഒരു പുതിയ മെമ്പർ. ബെല്ലാരിയിലെ പോത്തും കച്ചവടം കണ്ടിട്ടില്ലേ പുതിയ വീഡിയോ? നമ്മളെ എയിമ് രക്ഷപ്പെട്ടത് അല്ല ഷെയറയുടെ ഫിൻഷ എടാ കുട്ടികൾക്ക് ചോറും എടാ അങ്ങോട്ട് വേണ്ട ഫിൻഷ ഉണ്ട് ഇവിടെ. ഫിൻഷ ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
പള്ളർച്ചി ചോറുന്ന അവസരത്തിൽ കേട്ടോക്ക് പള്ളർച്ചി ചോറുന്ന അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ബീഫ് ബിരിയാണിയെ കുറിച്ച്? അടിപൊളിയാണ്, സൂപ്പർ അല്ലേ? പിന്നെ എന്ത് ഫ്രിഡ്ജോ വാഷിംഗ് മെഷീൻ സുർബിയാനോ അതിന്റെ പറ്റില്ല, അതാണ് ഇഷ്ടപ്പെട്ടത്. ടിഷ്യൂ ഒന്നും എടുത്തില്ലേ? ഫുള്ള് ഫൗണ്ടേഷൻ ആണ് ഗൈസ്. ഇതൊക്കെ ഷഹീർ പ്രൊമോഷൻ ഇട്ട ഫൗണ്ടേഷൻ മൊത്തം പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഗൈസ്. ഫുള്ള് ഫൗണ്ടേഷൻ ആണ്, ഒന്നും വിചാരിക്കരുത്. കുഞ്ഞോളുടെ മാതിരി നാച്ചുറൽ അല്ല കേട്ടോ. കുഞ്ഞോള് നാച്ചുറൽ ആണ്, അതൊക്കെ എടുത്ത് പറയാണ്. അല്ല, എന്റെ ഇന്റർവ്യൂല് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടല്ലോ, നിങ്ങളെ അടുത്തൊരു കുട്ടിക്കുള്ള പ്ലാന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര മാസമായി? അറിയിക്കണം. അല്ല, നമ്മൾക്ക് മത്സരിക്കാനുള്ള ആൾക്കാർ വരുമ്പോഴേ ഇല്ല, ഈ ഇതില് നമ്മൾ ആരും ഒപ്പം കൂട്ടില്ല. അത് മുകളിൽ 5 മുനിക്കൽ തന്നെ. എടാ ആദ്യം പായസം കുടിച്ചിട്ട് ആ ഡ്രസ് കൂടെ നാക്കല്ലേ കഴിക്കല്ലേ. സോനൊന്ന് നമ്മള് ഭക്ഷണം കിടന്നാലോ? ദിലീപ് എന്താ വർത്താനം? സുഖല്ലേ? ഉഷാറല്ലേ? ഒന്നങ്ങോട്ട് ഇതാകണം. അവിടെ ഇരിക്ക ഓണല്ലേടാ. അതുപോലെ തന്നെ നമ്മുടെ ഓണല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പുളശ്ശേരിക്കാരുടെ ഹൃദയം എന്നറിയപ്പെടുന്ന നാസർ ഖാൻ ടീം എത്തിയിട്ടുണ്ടോ? നാസർ ഖാനെ കാലോടിഞ്ഞോണ്ട് കൊണ്ടുവന്നില്ല. ഉണ്ടോ? മൂപ്പര് നടക്കാൻ കഴിയില്ല, ഇങ്ങനെ കയറ്റിറക്കായതുണ്ടാവും അല്ലേ? അംസപ്പ എന്താ വർത്താനോ? കഴിച്ചോ? നിങ്ങളൊന്നും ഇപ്പൊ കഴിക്കാൻ പാടില്ല കേട്ടോ, നിങ്ങളൊക്കെ ടീമിന്റെ പരിപാടിയാണ്, നിങ്ങളൊക്കെ ലാസ്റ്റ് കഴിക്കാൻ പാടും. മുനീറിനോട് മൂപ്പരോടും കഴിച്ചോ ചോദിക്കണ്ട, ഒരു സ്റ്റോറേജ് വെക്കുന്ന ആൾക്കാരാ, ഒട്ടകത്തിന്റെ മാതിരി. ജുലൈസ എന്താ ഇപ്പൊ പഴയ പോലെ കാണുന്നില്ലല്ലോ? അത് ഭയങ്കര ഒരു സങ്കടമായിട്ടുള്ളൊരു പരിപാടിയായില്ലേ? അന്ന് മൂപ്പര് വീണതല്ലേ കാല്? അപ്പൊ ഓക്കെ അല്ലേ? സെറ്റ് ആയില്ലേ? ഇപ്പൊ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് റെഡി. അതായത് ഒരു വമ്പൻ തിരിച്ചുവരവിന് നമ്മൾ മിക്കവാറും സാക്ഷിയാവേണ്ടി വരും. കാരണം നാസർക്ക് കാലൊക്കെ ഒഴിഞ്ഞ് റെഡിയാക്കിയാണ് നിൽക്കുകയാണ് അല്ലേ? ഏത് നിമിഷം ഒരു തിരിച്ചുവരവ് ഉണ്ടാവും അല്ലേ? പക്ഷെ ഞാൻ എടുത്ത് പറയല്ലേ, അത് എന്നോട് പറഞ്ഞല്ലോ, ഇപ്പൊ പറയാൻ പാടില്ല, സഭയില് പറയാൻ പാടില്ല. അത് കാരണം നാസർക്കാക്ക് കാലൊടിഞ്ഞതിന് ശേഷം മൂപ്പരാണ് എല്ലാ പരിപാടി അറ്റൻഡ് ചെയ്യുക. ഫുഡ് കാര്യങ്ങളൊക്കെ മൂപ്പര് കഴിക്കും നാസർക്കാക്ക് പകരം അല്ലേ? സെറ്റല്ലേ? ആ കട്ടിങ് മാത്രം എടുത്തിട്ട് നമുക്ക് റീലാക്കിട്ട് ബാബ കഴിച്ചോ? ഞങ്ങൾ ഇരിക്കട്ടോ. ബാ എടാ, ഒരു 2 കിലോ ചോറുണ്ടാവോ? 2 കിലോ ചോറ് ബാ. വീഡിയോ ഓഫ് ആക്കിയില്ല. കുട്ടിച്ചാനൊക്കെ പഠിച്ചോ? ബീഫ് ബിരിയാണി ഒന്നും പറയാലോ കേട്ടോ, സൂപ്പർ അല്ലേ? ആ ഇവിടെ സുർബിയാനാട്ടോ ഇരിക്കുന്നത്. എടാ കുറച്ച് തൈരോട് അവിടെ അപ്പൊ ഞാൻ വലിപ്പോ ആണോ? എന്നാ അബ്രോ ഇത് തണുപ്പുള്ളതല്ലേ? എന്നാ ഇത് വേണോ നിങ്ങക്ക് പായസം? ഇളനീർ പായസ അത് വേണോ ജിബ്രാന്? തണുപ്പുള്ളത് ഇത് ചൂടാണ്. എന്തിനാ പനക്കോനെ പൊള്ളിച്ചിട്ട് എനിക്ക് എന്താ കിട്ടണേ? ഇപ്പൊ വേണ്ടേ? എടാ ഒരിളനീർ കൊടുത്ത് കുഞ്ഞുക്കൊരു ഇളനീർ പായസം അല്ലേ? എനിക്കെന്താ ആണോ?
ഓർക്ക് കൊടുക്കും. ആ ചിന്തല്ലേ മേത്ത് കൂടെ ചിന്തല്ലേ. താങ്ക് യു. ബാ എടാ കുഞ്ഞാനെ ഇഞ്ച ഒരു കുട്ടിനെ കാണാലോ, ഒന്ന് അനൗൺസ് ചെയ്താ. അവിടെ ഉണ്ടോ? അതല്ല എൻ്റെ കുട്ടീനല്ലേ എൻ്റെ കുട്ടി. ആ അതവിടെ അന്ന ഞാൻ ഉണ്ടല്ലോ. ഇജ്ജോട്ട് പോവാ? ഇജ്ജ് ആ വണ്ടിന് ചാവി ഇന്ത്യയിൽ ഇട്ട് കിട്ടോ? നൗഫലേ, നൗഫൽ ചാവി വണ്ടിയിലല്ലോ വെച്ചിക്കണ്. ഇൻ്റെ ഉണ്ടാടെ. അങ്ങനെ ഗൈസ് നമ്മളെ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ എന്താ ലാല കെട്ടിപ്പടുക്കിയ ലാലയുടെ ബംഗ്ലാവ്, അതായത് റിനോവേഷൻ ചെയ്ത വീടാണ് അല്ലേ. ഓലെ പഴയ വീട് പുതുക്കി പണിതല്ലേ അല്ലേ. ബാ എവിടെ കുഞ്ഞോളെ എവിടെ പെണ്ണുങ്ങളെ കാണാനോ ഗൈസ്. ആ ദഗ്നു എവിടെ അച്ഛതാ. നമ്മൾ വീടൊന്ന് ചുറ്റി കാണണ്ടേ? ഞങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. കണ്ടോ? എന്താണ് ഷെയർ എന്താ പറഞ്ഞേ? ഞങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു പോന്ന്. ഇവനിപ്പോ വരുന്നുള്ളൂ. അല്ല എൻ്റെ അടുത്ത് ടിഷ ബേബിനെ ഏൽപ്പിച്ചില്ലേ? പൊന്നു പുറത്തെല്ലാരും കൊണ്ട് നടന്നുകളി ചേക്കേനെടുത്തല്ലേ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും ഞാൻ കുഞ്ഞോളോട് പറഞ്ഞേ ഫിൻഷക്ക് ഒന്ന് എക്സ്പീരിയൻസ് ആണ്, നല്ലതാണ്. ഓലിപ്പോ ഏതായാലും ഇന്റർവ്യൂലൊക്കെ അല്ല ഇജും പഠിക്കണ കാണില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കുട്ടിനെ കാണാനല്ല ഇതാക്കണം. ഇവിടെ കൊണ്ടുപോയി കൊണ്ടുപോയത് വേറെ ആരുമല്ല കൊണ്ടുപോയത് പോളാണ്. കുട്ടി ഞങ്ങളെ പൊന്നു പോലെ അവള് നോക്കണ്ട് കുട്ടിനെ. ഇജൊന്ന് നിന്ന് അടങ്ങി നിന്ന ചങ്ങായി. ആരാ പൊന്നു പോലെ നോക്കണത് കുട്ടിനെ ഫിൻഷേ. ഗൈസ് കുഞ്ഞാമ്പാണ്ടിക്കാട് എല്ലാരും നല്ല തെറി പറയും. ഞങ്ങളെ വീട് കാണട്ടെ കുഞ്ഞാ. മഞ്ഞക്കാരുടെ മഞ്ഞക്കാട് പേരില്ല. കുഞ്ഞോളെ മഞ്ഞക്കാരൻ എന്തേക്കണ്? എക്സ്പയർ ആയിക്കണോ? കത്തിച്ചിക്ക് ആര് പോയോ? കുഞ്ഞാമ്പാണ്ടിക്കാട് ജെസ്സിനെ കൊണ്ടുവരാതെ ജെസ്സിനെ കൊണ്ടുവരാതെ ഞാൻ ജെസ്സിക്ക് എങ്ങനെ സുഖം ഉണ്ടാവുക? കുഞ്ഞാന്റെ എപ്പോഴല്ലേ ബാ നമ്മള് വീടൊന്ന് ചുറ്റിക്കാണ് സോനോ കുഞ്ഞോളെ ബാ. അങ്ങനെ നമ്മുടെ കൊമ്പങ്കാട് കോഴയുടെ വീടിന്റെ ആദ്യ ഹോം ടൂർ ആണ് നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. കുഞ്ഞോളെ കൊമ്പങ്കാട് കോഴയുടെ വീടിന്റെ ആദ്യ ഹോം ടൂർ നമ്മളാ ചാനലിലാട്ടോ ഫസ്റ്റ് വന്നത്. വേറെ ഏതെങ്കിലും ചാനലിലുണ്ടെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒന്ന് മുന്നിക്ക് വാ. ഓളം ബാക്ക് വാ. എവിടെ ബാക്കിയുള്ള കുട്ടികളെവിടെ? 1 2 എവിടെ ഇബ്രാഹിം എവിടെ? അല്ല അല്ല വേറെ ഉണ്ടടി. ആ ഒരു സെൽഫി ദോർത്താനോ സുഖല്ലേ? ചോറുന്നോ? കള്ളറച്ചിരുന്നോ? എടുത്താ എടുത്താ ഞങ്ങൾ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ പോടെ. ഗൈസ് കുഞ്ഞോളെ ഫാൻസ് ആട്ടോ ഫുള്ള്. കഴിഞ്ഞോ? ഫോട്ടോ എടുക്കൽ കഴിഞ്ഞോ? ആരെഞ്ഞോ പറ്റി പേര് തമാശയെ പറയുള്ളൂ. ഓ സുഖം അൽഹംദുലില്ലാഹ്. നിർത്താനോ? സുഖല്ലേ? മാമുന്നോ? കള്ളർച്ചി ഓക്കെ അല്ലേ? അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ കൊമ്പങ്കാട് കോഴയുടെ വീടിന്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ലിവിങ് വരുന്നത് കേട്ടോ. വൈഡ് ആംഗിൾ അല്ലടാ. അപ്പൊ ഇത് ലിവിങ് ആയിട്ട് വരുന്ന സംഭവമാണിത്. ലിവിങ് പിന്നെ അതേപോലെ ഡൈനിങ് ഏരിയ ഇവിടെയാണുള്ളത്. നമ്മൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോ ബിരിയാണി, മട്ടൺ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കാനുള്ള സ്ഥലമാട്ടത്. പിന്നെ അതുപോലെ റിസപ്ഷൻ
നമ്മളെ ഓഫീസ് റൂമിൽ നമ്മളെ സോഫയും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഹോം ടൂറിന്റെ വീഡിയോ ഇനി ഓലത് വരുന്നതിന് മുന്നേ നമ്മളെന്ന് കാണിക്കണേ അല്ലേ? അവിടെ എന്താ ബാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇവിടെ ഫാൻസ് നോക്കാം. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, കണ്ടോ? പിന്നെ ഇവിടെ നമ്മളെ കിച്ചൺ ഇവിടെയാണ് വരുന്നത്. കിച്ചൺ, ദിസ് ഈസ് കിച്ചൺ. പിന്നെ മുകൾക്കുണ്ട്. പിന്നെ അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. പിന്നെ മുകൾക്ക് കുറെ ബെഡ്റൂമുകളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ കൊമ്പങ്കാട് കോയയുടെ ഹോം ടൂർ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഓല വീഡിയോ വരുമ്പോൾ ആരും കാണണ്ട, ഞങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, താങ്ക് യു. എവിടെ ഇബ്രാഹിം? എവിടെ നെജിലൊക്കെ വാങ്ങിയത് ഗൈസ്? നോക്കുകയാണെങ്കിൽ ഒരു പെണ്ണ് നീച്ചിക്കണ്ട, ബഹുമാനിക്കണ്ടായിരുന്നോ? അതായത് ഈ പെണ്ണിനെ ഈ ചെങ്ങായി നൗഫലൊക്കെ 8 മാസം ഗർഭിണിയാണെന്നുള്ളൊരു ബോധമില്ലാതെ അവിടെ പോയിട്ട് കണ്ട കുടിരിക്കലിന് വന്ന പെണ്ണുങ്ങളൊപ്പം ഡാൻസ് ബാർത്ത് പോലെ ഡാൻസ് കളിച്ച് നടക്കുകയാണ്. എന്താണ് നെജില ഇതൊക്കെ? നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ പറ്റുമോ? നോക്കാം എന്താ മറ്റേ ചിറിയൊക്കെ അങ്ങോട്ടൊക്കെ കാണിച്ചു കൊടുക്കും. അതല്ലേ ആ പെണ്ണിനെ 8 മാസം ഗർഭിണിയാക്കിയാണ്ട് ചെങ്ങായി ഇതിൽ കൂടെ കണ്ട പെണ്ണുങ്ങളപ്പം ഡാൻസ് കളിച്ച് നടക്കുക. സെറ്റല്ലേ? അപ്പൊ അവൻ സീന അവിടെ ഒറ്റക്ക്, അതിനാ നോക്കാൻ ആരുമില്ല. ഞാനൊക്കെ എന്റെ പെണ്ണുങ്ങൾ ഗർഭിണിയായപ്പോ ഓളൊപ്പം തന്നെ ലേബർ റൂമില് കമ്പനിയിൽ സെറ്റ് ചെയ്ത ആളാണ്. ആരത് എന്താ വർത്താനോ ഗൈസ്? ഏറ്റവും കൂടുതൽ ഇന്നത്തെ പരിപാടിക്ക് ചോറ് തിന്ന ആള് ഇതാക്കണ് ബുള്ളറ്റ് മുനീറും അടുത്തുണ്ട്. അതായത് മുനീർ പിന്നെ ഫുട്ബോൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ചത് ഏറ്റവും കൂടുതൽ ബിരിയാണി ഹംസപ്പ, ബുള്ളറ്റ് മാനു, മുനീർ മലപ്പുറം. ഇവര് 3 ആളുമാണ് കൂടുതൽ. അതായത് അമ്മാതിരി ടേസ്റ്റ് ആട്ടോ ബിരിയാണി. അവിടെ നമ്മളെ കാറ്ററിംഗിന്റെ തന്ത്രം കാണിച്ചു കൊടുക്കും. തെറ്റല്ലേ? പോരെ? ആ നാസർക്ക് ഉണ്ടോ മൂപ്പരെ കയ്യും കാലും ഒടിഞ്ഞിട്ട് കടപ്പിലായി. ബാ അൻഷിഫ് മൂനിക്കൽ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ പരിപാടിക്ക് ചോറ് തിന്നാതെ, അതായത് കയ്യും കാലും ഒടിഞ്ഞിട്ട് നടക്കാൻ വയ്യാതെ അങ്ങോട്ട് ഇറങ്ങി ചോറ് നായാതെ പട്ടിണി നടന്ന നാസർക്ക നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. നാസർക്ക, എന്താണ് ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഇന്നലെ വയറ് ഫുള്ളായി. എങ്ങനെ നിങ്ങൾ ഫുഡ് എവിടെ നിന്ന് കഴിച്ചു? നമ്മള് ഗസ്റ്റ് അല്ലേ ഇവിടെ എത്തിച്ചെന്നു. ഇവിടെ ഉണ്ടല്ലേ? നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് നാസർ ഖാന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് നമ്മുടെ ഒരു വമ്പൻ തിരിച്ചുവരവിനായി കാത്തിരിക്കാണ്. അതായത് ഈ സമൂഹത്തിൽ ഇപ്പൊ അടുത്തുണ്ടാവൂലേ ആ ഒരു നാച്ചുറൽ കോമഡികളൊക്കെ ചിരി നിന്നിട്ട് കുറെ കാലമായി. കാലൊടിഞ്ഞത് ഇനി എന്തേലും തെങ്ങുമ്പോ കൂടതോ? എന്തേനി സ്കൂട്ടി വീണാണ് അല്ലേ? അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചു നാസർ ഖാനെ ഇപ്പൊ കാണലില്ലല്ലോ. അപ്പൊ ഏത് നിമിഷം കമ്പിയൊക്കെ ഇട്ട് ശരിയാക്കണം. കമ്പി ഊരിയാ ഞങ്ങൾ ഇറങ്ങും, കളിക്കളത്തേക്ക് ഇറങ്ങും അല്ലേ? ആ ഓക്കെ, ഇപ്പൊ അടുത്തുണ്ടാവും ഇൻഷാ അല്ലാഹ്. സെറ്റ് മിന്നല് കണ്ട ഇനി മതിയില്ലേ? മതിയോ? മതിയോ? വേറൊരു പണിക്കോക്കും നടക്കൂല. അതെ, നമ്മൾ എന്നാലും മറ്റൊരു അടുത്തേക്ക് പോണ്ടേ? ഇത് കീഴടങ്ങല്ലേ ഷാജാന്? അങ്ങനെ നമ്മളെ കൊമ്പങ്കാട് കോയലിന്റെ മറ്റേ വീടിന്റെ ഹോം ടൂറൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാനെ നോക്കാ, കുപ്പായ കേടല്ലേ? 1300 റുപ്യാണ് കുപ്പായത്തിന് മാത്രം. ഗ്യാസ് ഇങ്ങോട്ട് നോക്കണി, സർപ്ലസ്. ആ ബ്രാൻഡഡ് സാധനമാണ് അവനാ. കഴിഞ്ഞ പരിപാടിക്ക് എന്റെ മാല ആ ചെക്കന്റെ മാല എന്റെ ഒത്തിരി. ഇത് 5 തന്നെയാണോ? ഇതൊക്കെ ഇനിയിപ്പോ ഈ 4 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
സെവൻസില് സെവൻസിലുള്ള ഗ്രൗണ്ടിൽ നമ്മൾ ഉണ്ടാക്കിക്കണത് 7 ആള്. അല്ല ഇത് കഴിഞ്ഞിട്ട് ഓന സ്ഥലം വാങ്ങി ഗ്രൗണ്ട് വെക്കുന്നുണ്ട് അല്ലേ ആ പുതിയ സ്ഥലത്ത് ഗ്രൗണ്ട് വെക്കണം സെവൻസ് കളിക്കാൻ ടർഫ് തുടങ്ങും. ടർഫ് അപ്പൊ 14 ആളുണ്ട് 14 ആള് സിദ്ദീഖിന് ഒരു 4 പേര് പറഞ്ഞാണ് ഗൈസ്. ഇന്ന തെറി പറഞ്ഞോട്ടെ കുഴപ്പമില്ല ഇന്ന തന്നെ പറയണം വേറെ ആരും പറയണ്ട ഞാൻ ഒരു പാവാണെന്ന് ഓൾക്കൊക്കെ അറിയാം കുഞ്ഞാന്റെ വലം കൈ കേട്ടോ 4 തെറി പറയും. അത് ഉറപ്പല്ലേ അപ്പൊ തെറി വേഗം കിട്ടും. അനക്ക് ആരപ്പാണ് ഫോട്ടോ എടുക്കേണ്ടത്? എങ്ങോട്ടാണ് നാസർക്ക? ഒക്കെ എടുത്തു പോയ ഒന്ന് മാറി സുഖമില്ലാത്തോണ്ടാണ് കൊണ്ടുവരുന്നത്. കാരണം ഞമ്മക്ക് പ്രായമായ ആൾക്കാരെ നാസർ ഖാന്റെ കാല് കുഞ്ഞാന്റെ തെറിക്കമന്റ് അടിച്ചിട്ട് ഓടിച്ചതാണോ? പോരെ എവിടെ കസാലല്ലേ? കസാല എവിടെ? എടാ ഒരു കസാല എടുത്ത കസാല അയാള് ഞാനും ഇരിക്കണതേ ഞങ്ങൾ പ്രായമായ ആൾക്കാരാണ്. പുതിയ കാലുകൾ നിങ്ങൾക്ക് അറിയില്ലേ? അല്ലേ അറിയില്ലേ? അവിടെ എവിടെ ഒരു മൂലൊക്കെ പോയിരുന്നു ചവിട്ടി തന്നെയാണ്. മലപ്പുറം കാക്കാമാരുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്താ പറയാല് അനുഷിക ഇതന്നെയാണ് ശരിക്കില്ല മലപ്പുറത്തെ കാക്കാമാര്. ഞങ്ങളെ തൊട്ട് കളിച്ചാൽ ഞങ്ങളെ മൂത്താപ്പാര് വരും. അല്ലല്ല മലപ്പുറം കണ്ടന്റ് റെഡി അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ ഇനാഗുറേഷൻ അല്ല എന്തൊരു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് വിട പറയുകയാണ് ഗൈസ്. നജില സത്യം പറഞ്ഞാൽ നെജിലൊക്കെ കുടുങ്ങിയിരിക്കണ്. കാരണം ഞങ്ങളെ വണ്ടിന്റെ മുമ്പിലാണ് ഓലെ വണ്ടി അല്ലേ, പോകാനും പറ്റില്ല. ഇവളാണെങ്കിൽ ഇവളെ കൊണ്ട് ഫിനിഷർ റീൽസ് എടുക്കാൻ പോയിക്കണ്. എവിടെ അബ്രോ വാ 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 പോര് 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 പോര്. ഞാൻ ഇനിയും കൂടി ഒളിപ്പിച്ചാല് അന്നെ എന്റെ 3 കുട്ടികൾ വലുതായ ഫസ്റ്റ് ഞാൻ ഒലിക്ക് കൊടുക്കുന്ന ടാർജറ്റ് കുഞ്ഞാമ്പാണ്ടിക്കാരന് പഞ്ഞിക്കിടാണ് ഈ കാരം. അല്ല 4 ആള് ഫോട്ടോ ഒരു ഇത് എന്താണ് ടിഷ്യൂമ എന്താ പറയണേ? ഹാപ്പി അല്ലേ? കുടിക്കലിന് പങ്കെടുത്തപ്പോ ഹാപ്പി ആയില്ലേ? അല്ല ഫിൻഷ എന്താണ് വാങ്ങിക്കൊടുത്തത് കുടിക്കലിന്? ഞാന് വാങ്ങിക്കൊടുത്തത് അങ്ങനെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കില്ല. അൺബോക്സ് ചെയ്യുമ്പോ അറിയട്ടെ. എന്താ മറ്റേ തോന്നിയാസന വാങ്ങിക്കൊടുത്ത്? നല്ല സാധനം തന്നെയാണ്. നമ്മളിപ്പോഴേ കൊടുക്കണം, വലത് കൈ അറിയാൻ പാടില്ല എന്നല്ല. സോ അപ്പൊ കൈ കൊണ്ടുള്ളൂ ഉള്ളൂ, ചെറിയ എന്തോ തീപ്പെട്ടിക്കൊള്ളി എന്തോ ആണ്. ഞങ്ങള് ഫ്രിഡ്ജാണല്ലേ അന്തല്ലാത്തൊരു ടീമില് അവിടെ. ഇത് വാഷിംഗ് മെഷീൻ അല്ലേ നജില? അന്നാ അതാ പറഞ്ഞിരിക്കണ കേട്ടോ, നിങ്ങൾ മാറ്റി പറയാൻ നിക്കണ്ട വെറുതെ. ഗൈസ് കുഞ്ഞാൻ അപസ്മാരം ഇളകിക്കണ് ഗൈസ്, കയ്യിന്ന് പോയിക്കണേ അല്ലേ? കുഞ്ഞാൻ പാണ്ടിക്കാരന് അപസ്മാരം ഇളകിയിട്ടില്ലേ? കണ്ടോ ഉമ്മമ്മ വരെ പറയണ്ടേ. ഏതായാലും നിങ്ങളെ വണ്ടി എവിടെ എടുത്തിക്കണേ? ഞങ്ങളതോ ഞാൻ കൊണ്ടുവന്നാ മതി. കണ്ട്
അരിക്കുന്നതാണ് ആ വണ്ടിയൊക്കെ ബ്രേക്ക് ഇട്ടാ വന്നാലേ നിങ്ങളോട് ഞാൻ പോകാൻ പറഞ്ഞില്ലല്ലോ. ആ വണ്ടി പോട്ടെ, നിങ്ങൾ ഇറങ്ങി കൊടുത്താണ് അവിടുന്ന്. ഫാറൂഖാണതേ. ഓക്കെ, എന്നാ ഞാൻ വണ്ടി കൊണ്ടുവരട്ടെ. ഞങ്ങൾ ഇവിടെ നിന്നോളി.